തെങ്ങ് ചെത്തുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടാ? അതെ, ഇതാണ് ആ സൗണ്ട്. അപ്പം ഇങ്ങനെ കൊട്ടി നോക്കിയാണ് പൊട്ടുള്ളവരുടെ വിളവ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ലോഡ് നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ വിടിയാണ് കേട്ടാ. 1000 കിലോ എറണാകുളത്തേക്കാണ് നമ്മൾ വിടുന്നത്. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം റൗണ്ടിൽ കുമ്മായിട്ട് കൊടുക്കണേ. 2 മീറ്റർ അകലത്തിലാണ് കുമ്മായം തുള്ളി കൊടുക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ തുള്ളിയിട്ടിരിക്കണേ. പൊട്ടുള്ളൊരു കൃഷി ചെയ്യുമ്പോൾ നനവുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ തടം വെട്ടാവേ, മട്ടത്തറ വെട്ടാൻ പോണത്. പുല്ല് വെട്ടണത് കമത്തി ഇടാം. വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് തന്നെ അടിവളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വിത്ത് കുത്തിയാണ് കൃഷി ചെയ്യുന്നത്. ഒരു 6 എണ്ണം പാകും. ഏറ്റവും കരുത്തുള്ള 4 എണ്ണം മാത്രമാണ് നിർത്തുന്നത്. വിത്തിനുള്ള ധാരാളമുള്ള 15 ദിവസം കഴിഞ്ഞ സ്റ്റേ ആട്ടാ. അപ്പോൾ ഒരേ കളകൾ പിടിച്ച് തുടങ്ങും. കളകളൊക്കെ പറിച്ചതിന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം വളങ്ങൾ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കാം. ജൈവവളങ്ങൾ മാത്രം മതിയാവും. ഒരുപാട് വളങ്ങൾ ആവശ്യമില്ല കേട്ടോ. നേർവളങ്ങൾ മതിയാവും വെള്ളരിക്കേ. മുകളിലായിട്ട് മണ്ണ് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടി ഗ്രോത്തിലേക്ക് വരും. ഒരുപാട് വേരൊക്കെ പൊട്ടുന്നതുകൊണ്ടാണ് ആ ഗ്രോത്ത് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ സൈഡിലും മണ്ണ് വെച്ചൊന്ന് താങ്ങി കൊടുക്കാം. വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്ക് ഈ ഒരു മെത്തേഡ് മതിയാവും. നമ്മുടെ പ്രധാന മെത്തേഡ് ഇതാണ് കേട്ടോ. 1 ഏക്കർ സ്ഥലത്താണ് ഇവിടെ പൊട്ടുള്ളൊരു പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. 2 മെത്തേഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഒറ്റ പ്രാവശ്യം വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് മാത്രം കൊടുത്താൽ മതിയാവും. അമിതമായിട്ടുള്ള വളം കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സൈസായി പോകും. അപ്പോൾ ന്യൂട്രിയൻ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് വെള്ളരി ഈസി ആയിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം നിലവിൽ പൂത്തിയ സ്റ്റേജാണ്. 25-30 ദിവസം പിന്നിട്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ്. ഇപ്പം പൂത്തി തുടങ്ങിയാണ്. അപ്പോൾ തുടങ്ങിയ സമയത്ത് കപ്പൽ ടിപ്പ് ഉണ്ടാക്കും. ചാണകത്തിൻ്റെ തെളിയും കൂടെ കടക്കിലിങ്ങനെ ഒറ്റ തവണ ഒഴിച്ചിട്ട് കൊടുക്കാനുണ്ടല്ലോ, ഇഷ്ടംമാതിരി പൂവും കായും പിടിക്കുവേ. ആദ്യം കാണിച്ച രീതിയിലുള്ള കമ്പോസ്റ്റ് വളങ്ങൾ മാത്രമാണ് ഇവിടെ ബേസ് വളങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രാക്ടർ ഉപയോഗിച്ചാണ് വരമ്പ് കംപ്ലീറ്റ് എടുത്തത്. അതിനുശേഷമാണ് ഈ ചെടികൾ കംപ്ലീറ്റ് നട്ടത്. ഇപ്പോൾ അടുത്ത സ്ഥലത്ത് വിളവെടുപ്പുണ്ട്, ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇതാണ് പൊട്ടുവളരി. ഈ കാണുന്ന 1 ഏക്കർ സ്ഥലത്താണ് പൊട്ടുവളരി കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടവിലായിട്ട് ഈ പാടത്തിൽ ഒരു പരീക്ഷണാർത്ഥം തക്കാളിയും കൃഷി ചെയ്തിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ പൂത്തി തുടങ്ങിയ സ്റ്റേജാണ് ഉള്ളത്. ഒരു കാ വരുന്നത് ഒരു 3 കിലോത്തോളം വരുന്നുണ്ട് ആദ്യത്തെ കാ. പൊട്ടുവളരി കൃഷി ചെയ്യുമ്പോൾ ഒരു 20% ഡാമേജ് വരാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉള്ള കുത്തുണ്ടാവും. അപ്പോൾ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് വിളവെടുക്കും. ഇങ്ങനെ ഫുള്ള് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഡാമേജാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കാ മാത്രമാണ് കടകളിലേക്ക് എത്തിക്കുന്നത്. ഇത് കണ്ട അറ്റം വരെ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിപ്പോയ വെള്ളരിയാണ്. ഇത് കണ്ട നമുക്ക് പാടത്തുനിന്ന് തന്നെ കഴിക്കാനായിട്ട് പറ്റും. ഈ ഏരിയയിൽ വെണ്ടയും കൂടെ ഇടവിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മറ്റേ റിസൾട്ട് കിട്ടാറില്ല എന്നാണ്. ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെണ്ട. കാണുമ്പോൾ ഫുള്ള് ഇലയാണെന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ അടിയിലെ മൊത്തം കാകളാണ്. ഇത് കണ്ട വിളവെടുക്കാറാവുന്ന കായാണ്. അപ്പോൾ ഇങ്ങനെ പാകം മറിച്ചാൽ കണ്ടേ ബും 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 എന്ന് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കിത് വിളവെടുക്കാൻ പാകമായി എന്നുള്ളതാണ്. കേട്ടോ 2025 ഫസ്റ്റ് ലോഡ് നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ വിടിയാണ് കേട്ടോ. 1000 കിലോ എറണാകുളത്തേക്കാണ് നമ്മൾ വിടുന്നത്. ഇതൊക്കെയാണ് ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം മറ്റൊരു പുതിയ വീട്ടിൽ